ഹലോ ഫ്രണ്ട്സ്, ഗാർഡനിങ് ഷെഫിൻ്റെ പുതിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര മടിയുള്ള ദിവസമായിരുന്നു കേട്ടോ. ഭയങ്കര മടിയെന്ന് വെച്ചാൽ ചില ദിവസങ്ങൾ അങ്ങനെയല്ലേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നാറുണ്ടോ? ചില ദിവസം നമുക്കൊന്നും ചെയ്യാൻ തോന്നാറില്ല, ഭയങ്കര മടി തോന്നും. പക്ഷേ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേന്ന് കരുതിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വയ്ക്കും. അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു എനിക്കും ഇന്ന്. അപ്പോൾ ഞാൻ എന്തായാലും ചോറ് വയ്ക്കാതെ പറ്റില്ലല്ലോ, കുക്കറിലേക്ക് അരി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ആലോചിച്ചു, എന്താ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ എന്ന് കരുതിയിട്ട് കുറച്ച് പരിപ്പ് ഞാനെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല വേവുള്ള പരിപ്പായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ കുതിർത്തൊന്നും വെച്ചില്ല, കാരണം പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് പരിപ്പ് കറി ആക്കാമെന്ന് കരുതിയിട്ട് റെഡിയാക്കണതാണല്ലോ. അപ്പോൾ അതൊന്ന് കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് അതൊന്ന് വേവിക്കാൻ വെച്ചു. അപ്പോൾ ഞാൻ രാവിലത്തെ കറിക്കുണ്ടാക്കിയ മുതിരയില്ലേ, അത് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പം ഇനി അത് കുറച്ചേ ഉള്ളൂ, അതിന് വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് കരുതിയിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു 2 വിസിലൊക്കെ പോയി. പക്ഷേ പരിപ്പ് ഒട്ടും വന്നിട്ടുണ്ടായില്ല കേട്ടോ. പക്ഷേ എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഈ കണ്ടോ ഇതുപോലെ കൈ വെച്ച് നമ്മളിങ്ങനെ ഞെക്കി നോക്കുമ്പോഴൊക്കെ വെന്തിട്ടുണ്ട്, പക്ഷേ വെന്ത് അലന്നിട്ടില്ല. സാമ്പാറിനൊക്കെ പരിപ്പ് നന്നായിട്ട് വെന്ത് അലന്ന് വരണമല്ലോ. ഇതുപോലത്തെ റെസിപ്പിക്ക് കുറച്ച് പരിപ്പ് കാണുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ വെന്ത് വന്നാലാണ് കുറച്ചൊരു ഗ്രേവി ആയിട്ടിരിക്കുള്ളൂ. അപ്പം ഞാൻ അതിലേക്ക് ഇതുപോലെ മൈസൂർ ചീരയില്ലേ, ഞങ്ങൾ സാമ്പാർ ചീര എന്നാണ് പറയുന്നത് കേട്ടോ. അതെന്തുകൊണ്ടാണ് സാമ്പാർ ചീര എന്ന പേര് വന്നതെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാര്യമാണ്. കാരണം സാമ്പാറിലൊന്നും ഈ ചീര ഇടാറില്ല. അപ്പോൾ ഓരോരോ സ്ഥലങ്ങളിൽ പറയുന്ന പേരായിരിക്കും. നിങ്ങൾ പറയുന്ന പേര് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനിത് നേരത്തെ കാണിച്ചിട്ടുണ്ട്, പിന്നെ വലിയ ഇലകളൊക്കെ ആയിട്ട് പുഴുക്കത്തൊന്നും തീരെ അധികം ഉണ്ടാവില്ല ഈ സാധാരണ ചീരയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് പിന്നെ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വിസിലിടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയും കുറച്ച് ചുമന്ന മുളകും കൂടി ചേർത്തിട്ടുണ്ട്. കാരണം പച്ചമുളക് ഇതിൽ ചേർത്തിട്ടുണ്ടായില്ല, അതുകൊണ്ട് ചുമന്ന മുളകും കൂടി ചേർത്തിട്ടാണ് ഗ്രേവി അരച്ചത്. ഉള്ളി, വെളുത്തുള്ളി, ചെറിയ ജീരകം അങ്ങനെയെല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന്, അപ്പോൾ ഇങ്ങനെ വെള്ളം പോലെ കിടക്കണത്, ഇങ്ങനെ വിട്ട് വിട്ട് നിൽക്കണത് ഈ പരിപ്പ് ഇങ്ങനെ വെന്ത് ഉടയാത്തത് കൊണ്ടാണ് കേട്ടോ. പരിപ്പ് വെന്ത് ഉടഞ്ഞതായിരുന്നെങ്കിൽ നന്നായിട്ട് ഒന്ന് എല്ലാം കൂടി ഒന്ന് കമ്പൈൻഡായിട്ട് കിട്ടിയാൽ കുഴപ്പമില്ല. ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാം. അപ്പോൾ ചീരയ്ക്കായതുകൊണ്ട് ആദ്യം കുറച്ച് ഉപ്പേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ഒന്ന് ഉപ്പിട്ട് കൊടുക്കാം. തേങ്ങയുടെ അരപ്പൊക്കെ ചേർത്തതല്ലേ, അപ്പോൾ കുറച്ചും കൂടി എന്തായാലും ഉപ്പൊക്കെ വേണ്ടി വരും. അപ്പോൾ അതങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ പപ്പടം കൂടി വറുത്തെടുക്കാമെന്ന് കരുതി. അപ്പോൾ ഈ ഒരു കറിയും പപ്പടം കൂടി നല്ല കോമ്പിനേഷനാണ്, കഴിച്ചോളും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആദ്യത്തെ പപ്പടം ഇടുമ്പോൾ എല്ലാവരുടെയും ഇതുപോലെ അത് ക്ഷമയില്ലാണ്ട് എണ്ണ ചൂടായിട്ടൊക്കെ ഇട്ടുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. പിന്നെ രണ്ടാമത്തെ ഇടുമ്പോൾ തുടങ്ങി റെഡിയായി കിട്ടിക്കോളും. അപ്പോൾ അങ്ങനെ പപ്പടം അങ്ങനെ ഹാഫ് പോർഷനാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പപ്പടം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ചെറിയ പീസ് മതി എന്നുള്ളവർക്കൊക്കെ പിന്നെ അങ്ങനെ ഒടിച്ചെടുക്കാൻ നിൽക്കണ്ടല്ലോ, ഇതൊരു ചെറിയ പീസ് കഴിക്കാം. അങ്ങനെ പപ്പടമൊക്കെ വറുത്തതിന് ശേഷം പിന്നെ ഞാൻ ആ പാനിലേക്ക് തന്നെയാണ് പിന്നെ നമ്മുടെ കറി കൂടി താളിച്ചൊഴിച്ചത്. കടുകും വറ്റൽമുളകും, പിന്നെ ഈ ചീരയുടെ വിഭവങ്ങളൊക്കെ ആകുമ്പോൾ കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കതൊക്കെ എടുത്ത് കളയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ കുട്ടികൾക്കൊക്കെ കഴിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും റെഡിയാക്കി ഇന്നത്തെ പണിയെല്ലാം കഴിഞ്ഞ് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടൊക്കെ കഴിഞ്ഞല്ലോ എന്ന് സമാധാനിച്ചിരുന്നപ്പോഴാണ് മോൻ വന്നിട്ട് ചോദിച്ചത് സ്പെഷ്യലൊന്നും ഇല്ലെന്ന്. അപ്പോൾ പിന്നെ കുട്ടികളങ്ങനെ ചോദിക്കുമ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര എന്തോ ഒരു ഫീലിംഗ് കാണും. അപ്പം അവർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കാനായിട്ട് തോന്നുമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് ഫിഷ് ഇങ്ങനെ മസാല തേച്ച് വെച്ചതാണ് ഫ്രൈ ചെയ്യാനായിട്ട്. അത് ഫ്രീസറിലായിരുന്നു, പെട്ടെന്ന് ഒന്ന് എടുത്ത് ഡീഫ്രോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ മുളക് കറി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കറി വെച്ചതുകൊണ്ട് എനിക്ക് നല്ലൊരു ആശ്വാസം തോന്നി. കാരണം അല്ലെങ്കിൽ പിന്നെ ഉച്ചക്കലത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ രാത്രി എല്ലാ വീട്ടമ്മമാരുടെയും ടെൻഷനാണല്ലോ, ഇനി രാത്രി എന്ത് കറി വയ്ക്കും എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ രാത്രി ചപ്പാത്തി മാത്രം ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞ് വ്ളോഗ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ മറക്കാതെ എന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, കമൻറ്റ്സ് അറിയിക്കാം. നിങ്ങളും ഇങ്ങനെ തട്ടിക്കൂട്ട് കറികളൊക്കെ ചെയ്യാറുണ്ടോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.